തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് സ്ലീബ പെരുന്നാൾ ആണല്ലോ. കുസ്തന്തീനോസ് ചക്രവർത്തിയുടെ മാതാവായ ഹേലനി രാജ്ഞി റോമിൽ നിന്ന് യെരുശലേമിലേക്ക് വന്ന് നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ സ്ലീബ കണ്ടെത്തിയ സുദിനം. ഈ സ്ലീബായെ പറ്റി നമ്മുടെ പിതാക്കന്മാര് ആരാധനാക്രമങ്ങളിൽ അനേക വിശേഷണങ്ങൾ നൽകിയിട്ടുണ്ട്. വെള്ളിയാഴ്ച സന്ധ്യാനമസ്കാരത്തിൽ, ശീമാ നമസ്കാരത്തിൽ നാം ഇങ്ങനെ പാടാറുണ്ട്: കനിഭക്ഷിച്ചാതാം മനസാമൃതിയാർന്നു പകരം സൃഷ്ടിപതി വെള്ളിയതാം നാളിൽ സ്ലീബാ തരുവിന്മേൽ കൈകൾ വിരിച്ചേകി. ഹാലേലുയ്യ ഹാലേലുയ്യ, അവനായി അവകാശം. നിത്യമരണത്തിലേക്ക് സാത്താൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയതാണ് ആദാമ്യ പാപം. ആ പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് നിത്യജീവനിലേക്ക് കൈപിടിച്ചുയർത്തിയത് ഈ സ്ലീബായിലെ മരണത്തിലൂടെയാണെന്ന് പിതാക്കന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ സ്ലീബായിൽ നമുക്ക് സങ്കേതപ്പെടാം. കാരണം അത് നമ്മുടെ വിമോചനത്തിന്റെ സദ്വാർത്ത പ്രഘോഷിക്കപ്പെടുന്ന ഇടമാണ്. രണ്ടാമതായി, സ്ലീബായുടെ കുക്കിലിയോനിൽ നാം ഇങ്ങനെ പാടാറുണ്ട്: സ്ലീബാ വെന്നോ വെല്ലുന്നു, സ്ലീബാ വിദ്വേഷിയെ വെന്നു, സ്ലീബായെ സാക്ഷിച്ചോർക്കായി സ്ലീബായാകട്ടെ കോട്ട. സാത്താന്റെ അധികാരങ്ങൾ, അവന്റെ തല തകർക്കപ്പെട്ട ഇടമാണ്, സാത്താൻ പരാജയപ്പെട്ട ഇടമാണ് സ്ലീബ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അതിൽ നമുക്ക് അഭയപ്പെടാം. കാരണം അത് മാത്രമല്ല, നമുക്ക് എതിരെ പോരാടുന്ന സാത്താന്റെ സൈനിക നിരകൾക്ക് എതിരെ കോട്ടയായി നമ്മളെ ചുറ്റി സംരക്ഷണം ചെയ്യുന്നത് ഈ ജയമുള്ള സ്ലീബായാണെന്ന് പിതാക്കന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ സ്ലീബ സംരക്ഷണ വലയമാണ്. മൂന്നാമതായി, വിവാഹോദാശയിൽ നാം പാടാറുണ്ട്: ഇത് ശുഭചിഹ്നമാണ്, ഇത് വിജയക്കൊടിയാണ്. ആയതിനാൽ ഈ സ്ലീബായിൽ നമുക്ക് പുകഴാം. ഇത് ശുഭചിഹ്നമാണ്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ഇത് ഐശ്വര്യത്തിന്റെ ചിഹ്നമാണ്. അതുകൊണ്ടാണ് മാമോദീസ കൂദാശയിലൂടെ ഈ സ്ലീബായുടെ മുദ്ര നമ്മുടെ നെറ്റിയിൽ പതിപ്പിച്ച് ഐശ്വര്യത്തിന്റെ അടയാളം, ജയത്തിന്റെ അടയാളം നമ്മുടെ നെറ്റിയിൽ പതിപ്പിച്ച് ക്രിസ്തുവിന്റെ മക്കളായി, സന്തതികളായി നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നു. അതുമാത്രമല്ല, ക്രൈസ്തവ ജീവിതത്തിന്റെ വിജയക്കൊടി ജയമുള്ള സ്ലീബായാണ്. കോട്ടയം ഭദ്രാസനത്തിലെ കാലം ചെയ്ത ഇവാനിയോസ് തിരുമേനി പഠിപ്പിക്കാറുണ്ടായിരുന്നു: കുരിശ് വരയ്ക്കണം, കുരിശ് ധരിക്കണം, കുരിശ് വഹിക്കണം. കുരിശ് വരച്ച്, കുരിശ് ധരിച്ച്, കുരിശ് വഹിച്ച ദൈവത്തെ മഹത്വപ്പെടുത്താം, നിത്യജീവന്റെ പങ്കാളികളായി തീരാം. ഇന്നത്തെ സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 21 അധ്യായം 5 മുതൽ 28 വരെയുള്ള വാക്യങ്ങളാണ്. ഈ ഭാഗത്ത് യേശുതമ്പുരാൻ ഒരു പ്രവചനം നടത്തുകയാണ്. യെരുശലേമിനെയും യെരുശലേം ദേവാലയത്തെ പറ്റിയും അതിന്റെ അധപ്പതനത്തെ പറ്റിയും അതിന്റെ നാശത്തെ പറ്റിയും, അതോടൊപ്പം തന്നെ യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ വരവിനെ പറ്റിയും അതിനോട് അനുബന്ധിച്ച് സംഭവിക്കേണ്ട എല്ലാ സംഭവ വികാസങ്ങളെയും കർത്താവ് പ്രവചനത്തിലൂടെ വെളിപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ വചനങ്ങൾക്ക് എതിരായി നിലകൊണ്ട് യേശുവിനെ ക്രൂശിൽ തറച്ച് യേശുവിന്റെ കുരിശിന്റെ ശത്രുക്കളായി ജീവിച്ചവർക്ക്